ഹലോ, ഇന്ന് കോഴിക്കോട് പോന്നു. അപ്പോൾ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള ഇവിടുന്ന് കോഴിക്കോടിലേക്ക് 1:55 ഒരു ട്രെയിൻ. മാംഗ്ലൂർ ടു കാലിക്കറ്റ് ഫാമിലി ടൂർ. മർക്കസ് പോന്നു. മർക്കസ് 1:55 ട്രെയിൻ. ചെന്നൈ മെയിൽ ഹസാൻ ന്യൂ ഫസ്റ്റ് ട്രെയിൻ. പൊണ്ടാട്ടി കുട്ടികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഫസ്റ്റ് കയറുന്നതിനോട് കണ്ട ഇവരുടെ ഫസ്റ്റ് ട്രെയിൻ ജേർണി. കുട്ടികളെ വെരി എക്സൈറ്റഡ്. കോഴിക്കോട് സ്റ്റേഷനിലെത്തി. കോഴിക്കോട് സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് എത്തിയോണ്ടെന്ന് പ്ലാറ്റ്ഫോം എത്തി. ഇപ്പം ശരിയാക്കി തരാം. കോഴിക്കോട് സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ട്രെയിൻ നമ്പർ 1260. ബസ് സ്റ്റോപ്പിൽ കാറെടുത്ത് വരും. അവനും ചിലപ്പോൾ അവൻ്റെ വൈഫും ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോ ഉണ്ടാവില്ല, പിക്കാക്കുന്ന വീഡിയോ ഉണ്ടാവില്ല. ഇതാണ് റൂം. കോഴിക്കോട് നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. മാങ്കാവ് എന്നുള്ള സ്ഥലത്ത് KV റെസിഡൻസിൽ നല്ല റൂം, വലിയ റൂമും AC റൂമും ചൂട് തണ്ണി ഉണ്ട്, എല്ലാം ഉണ്ട്. ഫുഡില്ല സുബൈക്ക്, ബാക്കി എല്ലാം ഉണ്ട്. 1800 രൂപ. 2 നിന്നിന് നല്ല റൂം, നല്ല സർവീസ്. ഒരു സിറ്റിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് പിന്നെ ബസ്, ഓട്ടോ, ഓല, യൂബർ എല്ലാം ഉണ്ട്. ഇത് പുറത്തത്തെ വ്യൂ. പുറത്തൊക്കെ നോക്കുമ്പോൾ റോഡിൻ്റെ ഇത് കിട്ടുന്ന വലിയ റൂം. ഇത് റൂമിൻ്റെ ബാത്റൂം, ഷവർ, ഹോട്ട് വാട്ടർ എല്ലാം ഉണ്ട്. അടിപൊളി റൂം. ഇത് പിന്നെ പൊരലി സ്വൈരില്ലാതെ ഇവിടെ ടൂർ വന്നപ്പോൾ ഇവിടെ ഓർക്കും മോട്ടുപത്തിൽ തന്നെ. മോട്ടുപത്തിലും ID. ഇതല്ലാതെ അവർക്ക് ചോറും വേണ്ട, ചായയും വേണ്ട. ചാച്ചി നോക്കൂ. ഗുഡ് മോർണിംഗ്. അയ്യോ, ഇതാണ് നമ്മളെ ഹോട്ടലിലെ വ്യൂ. പുറത്ത് നോക്കിയ റോഡ്, അകത്ത് നോക്കിയ റൂം. പൊളിയല്ലേ? KV റെസിഡൻസി. ബ്രേക്ക്ഫാസ്റ്റ്. ഇതെന്താ റാഗി ദോശ മസാല. ഹായാക്ക് പജോ ആയാക്ക് താല്പര്യ കക്ഷിയല്ല. ഒരു യൂബർ ബുക്കാക്കി മർക്കസ് പോയി. ഇവിടുന്ന് ഒരു 46 കിലോമീറ്റർ ഉണ്ട്. ബാക്കിയുള്ള ടാക്സി നോക്കിയപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ 3500, 3600 ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ യൂബറിൽ ബുക്കാക്കിയ വൺ സൈഡ് 1000 രൂപേനെ വരുന്നത്. അങ്ങനെ അതിൽ ബുക്കാക്കി മർക്കസ് എത്തി. മർക്കസിൻ്റെ വ്യൂ ഇത്. അതപ്പുറത്തുള്ളത് കോളേജ്. അത് പോയപ്പോൾ പെണ്ണുങ്ങൾക്ക് എൻട്രി ഇല്ല. പെണ്ണുങ്ങൾക്ക് 11 പെണ്ണുങ്ങൾ എൻട്രി തീർന്നില്ല. പിന്നെ 3 മണിക്ക് തുടങ്ങണം. ഗൊന്തില്ല ഞാനത്. ഇതപ്പോൾ ഞാൻ മാത്രം പോയത്. ഇത് ഒരു ഗേറ്റ്. ഇത് AP ഉസ്താദ് വന്നെങ്കിരിക്കുന്ന ജാഗ, VIPs ഒക്കെ വന്നെങ്കിരിക്കുന്ന ഈ ഏരിയയിൽ. ഇപ്പോൾ ഒരു സ്പെഷ്യൽ അക്കോമഡേഷൻ ഇതിൽ കിട്ടിയത്.
ഇതവിടെ ആ സീറ്റിലാണ് എ പി ഉസ്താദൊക്കെ ഇരിക്കുന്നത്. ഇത് അവിടുത്തെ റിലേഷൻ മാനേജർ അപ്പുറത്തിരിക്കുന്നത്. ഇത് പള്ളീൻ്റെ ഉള്ളത്തെ വ്യൂ, വലിയ പള്ളി. ഇത് അതിൻ്റെ മിനാർ സ്റ്റീലിലാക്കിയത് ജില്ലേരി മിനാർ. അതിൽ ഫുള്ള് ഖുർആൻ എഴുതിയിട്ടുണ്ടോ. പിന്നെ ഇതൊക്കെ വലിയ പള്ളി, ഇന്ത്യയിൽ തന്നെ വലിയ പള്ളി. അത് ആ പച്ചൽ എഴുതിയിട്ടില്ലേ, അതിൽ അള്ളാൻ്റെ 99 പേരുണ്ട്. റൗണ്ടുള്ള ഇതിൽ 99 പേര് എഴുതിയിട്ടുണ്ട്. ഇത് പിന്നെ ഒരു ഗേറ്റ്, അവിടെ 4 ഗേട്ടുണ്ട്. എല്ലാ ഗേറ്റും ഒരേപോലെ കാണാൻ. അതിൽ വേറെ വേറെ പേരുണ്ട്, മക്ക ഗേറ്റ്, പിന്നെ 3-4 പേരുണ്ട്, പേര് മറന്നു വേണ്ട. ഇത് പുറത്തത് മഴ, നല്ലോണം മഴ ഉണ്ട്. അതുകൊണ്ട് പുറത്തു നിന്നൊരു ഫോട്ടോ ഒന്നും എടുക്കാനായിട്ടില്ല. അയാളിൽ നിന്നൊരു കോട എടുത്തുകൊണ്ട് വന്നിട്ട്, ഞാൻ സെക്യൂരിറ്റീൻ്റെ ഒന്നൊരു കോട എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ വീഡിയോയിലെടുത്ത്. ഇത് വേറൊരു കോളേജ്. 105 ഹെക്ടർ എന്തോ ഉണ്ടോ ചെല്ലു, 125 ഹെക്ടറിൽ ഇത്ര കോടിയുടെ പ്രോജക്റ്റ്. ഇത് തിരിച്ചു വരുമ്പോൾ ഫുള്ളുമായ റെഡ് അലർട്ടുണ്ടായിരുന്നു. അങ്ങനെ മർക്കസിൽ നിന്ന് വന്നിട്ട് ചോറയ്ക്കാൻ കയറി ഒരു ഹോട്ടലിൽ. ചിക്കൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ ഗ്രേവി. മോന് പിന്നെ പപ്പടം മതി, ബിരിയാണി വേണ്ടെന്ന്. ഈ പാരഗോണ്ട് തന്നെ ഒരു ഹോട്ടൽ അവിടെ മാങ്കാവിലുള്ള പാരഗോണ്ട് അവർ തന്നെ പേര് സൽക്കാർ. പിന്നെ ലുലു മാൽ പോയിട്ട് അവിടെ വേറെ കളിക്കുന്നത്. അവിടെ പിന്നെ ബാംഗ്ലൂരിൻ്റെ പോലെ ഫസ്റ്റ് തന്നെ കാർഡാക്കണം, 1000 റുപ്യ കാർഡാക്കിയുണ്ട്. അവിടെ എല്ലാവർക്കും കളിക്കണം. 1000 റുപ്യ കാർഡാക്കി ഞങ്ങൾ ഒരിക്കൽ പോയിട്ട് 1000 റുപ്യ കാർഡാക്കി ഉള്ളിൽ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് വന്ന് കളിക്കും. കാർഡ് ഒന്നാക്കാം, അടിയൻ നേടി കളിക്കുവാൻ 1000 റുപ്യ കാർഡാക്കി വേസ്റ്റ്. അവിടെ കളിക്കുവാൻ പിന്നെ ഓഫർ പോകാൻ ബാംഗ്ലൂർ വരുന്നത് എല്ലാ കാർഡിലും ഇരിക്കാൻ നേരിട്ട് ചെയ്യല്. കാർഡല്ല കളിക്കുന്നില്ല, ഇരിക്കുവാൻ നേരിട്ട് ഫസ്റ്റ് കാർഡാണ്, പൈസ കൊടുത്ത് നിർത്തുന്നില്ല, കാർഡാണ്. പിന്നെ കോഴിക്കോട് ബീച്ച് പോയി. കോഴിക്കോട് ബീച്ചിൽ ഷോപ്പെല്ലാം അടച്ചിട്ടുണ്ട്, ആളുണ്ട് കാറ്റുമായ. അങ്ങനെ അവിടെ സൈഡിൽ തന്നെ നോക്കിയിട്ട് ഒക്കെ വന്ന് അവിടെ നിന്ന് കാണാൻ എന്തായിട്ടില്ല, തിന്നാനായില്ല. ഐസ്, ഉപ്പിലിട്ട മാങ്ങ, മ്യൂസിക്, ഡാൻസ്, പാട്ടെല്ലാം ഇരിക്കുന്നു. മഴയായതുകൊണ്ട് എന്തുമില്ല, ആൾക്കാർക്ക് ഒരു കുറവില്ല. ചായക്കട ഇത് പുതിയത്, പഴയതെങ്കിൽ നല്ല നൊസ്റ്റുണ്ട്. ഇപ്പോൾ ചില്ലെങ്കിൽ പുതിയ മോഡേണിലാക്കിന്. ഇതിൽ പഴയ ഐറ്റം മാത്രമല്ല, പഴയ ഇതൊന്നുമില്ല. സൈക്കിളിൽ കൊണ്ടുവന്നത്, ബോണിലിരിക്കുന്നത്, അങ്ങനെ എന്തില്ല. ഇതൊരു പുതിയ മോഡേൺ സ്റ്റൈലാക്കി. ഇവിടെ ഒരു ചായയും പിന്നെ പത്തരും ബീഫും തിന്നിട്ട് വന്ന് ജാവായതുകൊണ്ട്. ഞങ്ങൾ വരുന്ന 3ാമത്തെ നാളിൽ ഇത് SM സ്ട്രീറ്റ് പോയ മിഠായി തെരുവ് കോഴിക്കോട്. ഇവിടെ എല്ലാം കിട്ടുന്നത്, ഡ്രസ്സ്, ഫുഡ്, അലുവ, സ്വീറ്റ്, എന്തെല്ലാം വേണം എല്ലാം ഉണ്ട്. സൺഡേ മാർക്കറ്റിൽ പോകണം, വില കുറവിലെല്ലാം കിട്ടുന്നു. ഇത് മായത് കൊണ്ട് ആൾക്കാർ കുറവുണ്ടായി. അപ്പോൾ അല്ലാതെ ഞാൻ സൊബൈക്ക് പോയിന്. ആ സ്ഥലത്തൊക്കെ നല്ല ആളിരിക്കുന്നു. ഫുള്ളും എന്തെല്ലാം ഇത് ഡ്രസ്സ്, പെണ്ണുങ്ങളുടെ ഡ്രസ്സ്, പിള്ളേരുടെ ഡ്രസ്സ്, സ്വീറ്റ്, കൊട എല്ലാം ഉണ്ട്. എന്ത് വേണം കിടക്കാം. ബാംഗ്ലൂർ ടോക്കിയോ മാർക്കറ്റ് പോലത്തെ ജാഗ അടിപൊളി. 100, 200, 150 ബാഗ് എന്തെല്ലാം ഉണ്ട്. എന്ത് വേണു എല്ലാം അവിടെ ഉണ്ട്, എല്ലാം കിട്ടുന്നു. പറഞ്ഞ ട്രെയിൻ എത്തിയിട്ടില്ല എത്രത്തോളം. 12:05 ആകുമ്പോൾ വരുമെന്ന് വിചാരിക്കുന്നു. ട്രെയിൻ വന്ന്
ടാറ്റാ